ഹലോ ചങ്ങകളെ, ഞാൻ നിങ്ങൾ സ്വന്തം ആൾക്കാർ റഹിമ കൊച്ചു. അപ്പൊ ഞാനിപ്പോ സമയേ 10 മണി ആവാറായിട്ടാ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ. ഞങ്ങളുടെ തങ്കുളം അമ്പലത്തിൽ, അതായത് എന്റെ മാളയിൽ ഞങ്ങളുടെ പൂപ്പത്തി എന്ന നല്ല മനോഹരമായ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങളുടെ തൻകുളം മഹാദേവ ക്ഷേത്രത്തില് മെഗാ ശിവരാത്രി ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പൊ അതിന്റെ ലൈറ്റ് അലങ്കാരം നിങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പകലിട്ട വീഡിയോയിൽ നമ്മള് ലൈറ്റിന്റെ ഭംഗിയൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വൈകുന്നേരം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ സത്യം പറയല ചങ്കള വൈകുന്നേരം ആയപ്പോഴേക്കും പനി അങ്ങോട്ട് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നിനും പറ്റില്ല. അപ്പൊ ഇപ്പൊ മക്കള് പറഞ്ഞു അമ്മിച്ചി ലൈറ്റ് ഇടുന്നത് വീഡിയോസ് ഒന്നും ആൾക്കാരെ കാണിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ പനി പിടിച്ചെടുത്ത് ആൾക്കാർ ഗുളിക കഴിച്ച് കിടന്നാൽ പോലെ ഇവിടെ എന്തിനാണ് ഇനിയിപ്പോ അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പൊക്കി പിടിച്ച് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മാളയിൽ, നമ്മുടെ ഈ തങ്കുളം, നമ്മുടെ ഈ ഒരു പരിസരത്തുള്ള കുറെ ആൾക്കാർ വിദേശത്തുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊന്നും ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത കുറെ പേരുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിക്ക്, നമ്മുടെ വിദേശത്തുള്ള ഞങ്ങളുടെ മാളക്കാർക്ക് വേണ്ടിക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്കളത്ത് കുറെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വിദേശത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ങകൾക്കും കൂടി വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പൊ നമുക്കത് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒന്ന് പോയി കണ്ടാലോ. ബൈ. അപ്പൊ തങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മെഗാ ഫെസ്റ്റിവലാണ് കേട്ടോ ശിവരാത്രിയുടെ. അത് കാണാൻ പോണത് 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇപ്പോഴും അവിടെ എന്തോ ഗാനമേളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പനി ആയതുകൊണ്ട് ആ വഴിക്ക് പോവാഞ്ഞേട്ടാ. നമ്മൾ ചെന്നിട്ട് വേറെ ആർക്ക് പനിയൊന്നും വരണ്ടല്ലോ. പൊന്നൂസേ, അവളി രാത്രി ആരക്കാണിക്കാനാണ് ഓടി നീ മേക്കപ്പ് ഇടുന്നത്. എന്നെ നോക്കിയാടി, എന്നെ കണ്ടാൽ തന്നെ അവിടെ നിന്നുള്ള ആൾക്കാരെ ഓടിപ്പോകും. അമ്മാതിരി കോലം. പനി പിടിച്ചിട്ട് മോതക്കിരിക്കണക്ക് ഒരു ഭംഗിയിലാണ് കാണാനായിട്ട്. പൗഡറൊന്നും ഇടണ്ടല്ലോ അല്ലേ? പിന്നെ എന്നാലും മഹാദേവനെ കണ്ടുടേടി. എന്റെ ശിവനെ വാ. ഇങ്ങനെ ചെന്ന് മഹാദേവൻ കാണാൻ നിൽക്കും, ഓടിപ്പോ. എന്റെ ശിവൻ എന്നെ കണ്ടാലും ഓടിപ്പോകത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് പോയി കണ്ടാലോ. വാ ഒന്ന് വാ എന്റെ പൊന്നു. 10 മണിയാവും, ലൈറ്റ് ഒക്കെ ഓഫ് 10 രൂപ വിളിക്കും. അപ്പൊ വായിച്ചങ്ങ് കാണിച്ചത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നിസ്സാര വഴികളുട്ടാ തങ്കുളം അമ്പലത്തിന്റെ അവിടേക്ക്. തൊട്ട് താഴെയാണ്. നിങ്ങൾക്കത് കാണുമ്പോ മനസ്സിലാകുവേ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നും നിങ്ങൾ കാണുന്നുണ്ടോ വെളിച്ചം? പനി പിടിച്ച് കിടക്കുന്ന എന്നെയും കൊണ്ട് എനിക്ക് വയ്യ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്കിത് നാളെ തന്നെ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും. അത്രയും ഭംഗിയായിട്ടാണ് ഞങ്ങളുടെ തങ്കുളം മഹാദേവ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. അതിമനോഹരമായിട്ട്. അതിമനോഹരമാണി കാഴ്ച, അതിമനോഹരമാണി കാഴ്ച, ഇത്ര ദിവസം പനി പിടിച്ചു പറഞ്ഞിട്ടേ ഇന്നാണ് ഈ വഴിക്ക് വരുന്നത്. പാടത്തിന്റെ അപ്പുറം നിൽക്കി ആ വഴിയില് സകലമാന വഴിയിൽ ലൈറ്റാണ്. നമുക്ക് അതിൽ കൂടെ വരാം, ഇതിൽ കൂടെ വിട്ട് അതിൽ കൂടെ വരാം. അപ്പൊ നമ്മളീ പോയി നേരെ പ്ലാമൂർ ജംഗ്ഷൻ വരെ കേട്ടാ. പ്ലാമൂർ ജംഗ്ഷൻ വരെ പോയിട്ട് പിന്നെ നമുക്ക് 3 മുറിക്കത് സ്റ്റാർട്ട് ചെയ്യാം. വയ്യാഞ്ഞത് കൊണ്ടാണ് ചങ്കള എന്നെല്ലാം മിസ്സായി. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സംഭവം. നാളെ എന്തായാലും വന്ന് കാണണേ പൊമ്മു പൊന്നു. അപ്പുറത്തേക്ക് കുളത്തിൽ അപ്പൊ ചങ്കളെ നമ്മുടെ തങ്കുളം അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ കാണുന്ന കുളം അലങ്കരിച്ചേക്കണ കണ്ട. നല്ല ഭംഗിയിട്ടാ. നല്ലൊരു അടിപൊളി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നിറയെ ലൈറ്റ് ഇട്ടേക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഒരു ചേച്ചീനെ കണ്ട്, ഉഷ ചേച്ചി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. കുട്ടിക്കാലം മുതൽ വേണമെങ്കിൽ നമ്മൾ എന്നെ എടുത്തു വളർത്തിയ ചേച്ചി എന്നൊക്കെ പറയാം. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ എടുത്തു വളർത്തിയ ചേച്ചിയാണ് നമ്മുടെ ഉഷ ചേച്ചി. പിന്നെ എൻ്റെ ഉമ്മിച്ചിയുടെ വലിയ കൂട്ടുകാരിയൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ആളുടെ ചേച്ചി ബൈക്കിൽ നിന്നൊക്കെ വീണിട്ട് അതിൻ്റെ കഥകൾ കുറേ പറഞ്ഞ്, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കാണാൻ പറ്റി. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ അവിടെ ഒരു ചേട്ടൻ നിന്ന് പാടുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഗാനമേളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ പാട്ട് എന്നറിയാമോ? നമ്മുടെ ഹേ മേരി ഹംസഫർ, ആ പാട്ടില്ലേ, ആ പാട്ടാണ് അവിടെ പാടുന്നത്. സ്റ്റേജിൽ ഒരു ആളെ പാടിയെന്ന് എനിക്കറിയത്തില്ല, ഒരാളവിടെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കയറി അത്രയും അടുത്തൊന്നും പോയി കാണാനൊന്നും പറ്റിയില്ല പാട്ട്. കാരണം പിള്ളേർ വീട്ടിലൊറ്റയ്ക്കായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പൊന്നിനെ കൊണ്ടൊന്ന് ജസ്റ്റ് നിങ്ങളിതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ പാട്ടൊക്കെ കണ്ട് നമ്മളങ്ങനെ പോയി.
ഇതേ ലൈറ്റൊക്കെ കണ്ട് ശിവൻ്റെ വലിയൊരു പടം അതിൻ്റെ കുളത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് പകൽ എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ശിവലിംഗം, കുളത്തിൽ വലിയൊരു ശിവലിംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തങ്കളം അമ്പലത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. അടിപൊളി കാഴ്ചകളല്ലേ. ഉത്സവപ്പറമ്പ്, പെരുന്നാൾ സ്ഥലമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹരം കേട്ടോ. ഞാനും മക്കളും നമ്മുടെ ഈ പരിസരത്ത് എവിടെ ഉത്സവം, എവിടെ പെരുന്നാളുണ്ടെങ്കിലും ഞാനും മക്കളും പോകും. നമുക്കങ്ങനെ ജാതി മത ഭേദമന്യേ നമ്മളെല്ലാ പരിപാടികളും എല്ലാ ആഘോഷത്തിലും നമ്മളുണ്ടാകും. അതൊരു സന്തോഷം വേറെ തന്നെയല്ലേ. എല്ലാവരും സ്നേഹിക്കാൻ പറ്റണതും എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഇടപഴകാൻ പറ്റണതൊക്കെ വലിയ സംഭവമല്ലേ. അപ്പോൾ നമ്മുടെ പാട്ടുകാരൻ സ്റ്റേജിൽ നിന്ന് തകർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറേ കൂടി നേരം കാണുന്നുണ്ടായിരുന്നു. ഈ പാട്ട് പാടിയത് ആരാണെന്ന് എനിക്കൊരു പിടുത്തില്ല. അപ്പം നമ്മുടെ മാളയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പാടിയ ആളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് അന്നഞ്ഞ് പോയാലോ. നമ്മുടെ ശിവൻ്റെ രൂപം ആ കുളത്തിൽ ഇങ്ങനെ ലൈറ്റിലൊക്കെ മുങ്ങി ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇനി പോട്ടെ കേട്ടാ. വഴിക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തിയ ഊത്തപ്പം വേണമെന്ന് വെച്ചിട്ട് പാട്ടൊക്കെ പാടി ഊത്തപ്പം തിന്നാൻ നിൽക്കുക. ലൈറ്റൊക്കെ ഇതാക്കി കണ്ടിങ്ങനെ പോയിരുന്നു. അപ്പോൾ അയ്യോ ചാടി പിടിച്ച് നിക്ക് 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 നിൽക്കുന്ന വച്ചെടുത്ത് പേടിച്ചോയിന്ന് അവിടെ പോയിരുന്നു. എന്തൊരു സംഭവം അറിയാമോ, നല്ല ഊത്തപ്പം ഇടുക്കലും കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നപ്പോ. ഇതിങ്ങനത്തെ സംഭവല്ലേ. തട്ടുദോശ താളുകളല്ലേ ഇതൊക്കെ നിന്റെ പോക്കറ്റില്. അപ്പൊ നിനക്ക് വേണ്ടേ? അപ്പൊ നമ്മളേ എന്തായാലും ഈ വഴിക്ക് പോയതല്ലേ. അപ്പൊ നീ ശിവരാത്രി സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ തങ്കുളത്തെ. ഇവിടെ നല്ല ഊത്തപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ടാകുന്നത് നല്ല തട്ടുദോശയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറയാലോ, ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോയി ഞാനാ. അപ്പം കൊള്ളോട്ടോ, സൂപ്പറായിട്ടുണ്ടേ. കുഞ്ഞിൻ്റെ വാങ്ങി കൊടുക്കണ്ടേ. ഇതെപ്പോഴാണ് കഴിയും ഇവിടെ? കഴിഞ്ഞാ ഊത്തപ്പല്ല, ഇതെപ്പോഴാണ് കഴിയാൻ? അമ്പലത്തിൽ കഴിഞ്ഞാ? ലൈറ്റൊക്കെ ഇപ്പൊ ഓഫ് ചെയ്യോ? ഇവിടെ ഒന്ന് നല്ല ഫുഡ് കഴിക്കാട്ടാ. ഈ ദിവസം 26 വരെ ഉണ്ട്. അടിപൊളി, സൂപ്പർ. നമ്മുടെ തങ്കളത്തെ ഫുഡല്ല അടിപൊളി എഴുതിക്കോ അല്ലേ? ഇന്ന് മസാല ദോശക്ക് ഉണ്ടായിരുന്നോ? മസാല ദോശ, സാധാ ദോശ. കാണാൻ പറ്റണ്ടോ? അടിച്ചു കയറുവാ. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാരും അടിച്ചു കയറി വാ. അയ്യോ എന്റെ ഒറ്റയ്ക്ക് ഞാനിന്റെ കാര്യം മറന്നുപോയി. കൊച്ചിന്റെ കാര്യം മറന്നുപോയി. തിന്നു കഥ പറഞ്ഞു കൊച്ചിന്റെ കാര്യം മറന്നു. അല്ല ക്രീം ലിപ്സ്റ്റിക് ഒക്കെ പോയി. അറിയില്ല, അതെന്റെ സീനിയറായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. പക്ഷെ അതിന് ഓർമ്മയില്ല. അന്നൊക്കെ എന്നെ വേട്ട വിളിച്ചിട്ട് വിട്ടല്ലേ. അതുകൊണ്ട് ഇത്ര ക്ലാമർ എന്നെ കാണുമ്പോ, അന്ന് എന്നെ കാണുമ്പോ ഭംഗി ഉണ്ടായില്ല. ഇപ്പോഴല്ലേ ഞാൻ സുന്ദരിയായേ. ശരിക്കും വയ്യ എടി. പണ്ട് എന്നെ കണ്ടവർക്ക് ഇപ്പൊ എന്നെ കണ്ട മനസ്സിലാവൂല അടി. ഞാനിപ്പോ പണ്ട് കറുത്ത് കരിവാളിച്ചതാണ്ട് കരിയോയില് വീണ് അതിന് ടാറിലിട്ട് ഉരുക്കി അതിനായിരുന്നു ഞാൻ. ആ ഫോട്ടോ കണ്ടില്ല വീട്ടിലിരിക്കുന്നത്. അയ്യാ കണ്ണില് കറണ്ട് പോയി. കറണ്ട് പോയി. എന്നിട്ട് വലിയ ചിത്രശാല പോണോ പോയി നോക്കിയാ? ഒന്നും പോയിട്ടില്ല. ഓ അതെനിക്ക് ആ മൈക്ക് വാങ്ങിച്ച് പാടാന്ന് പറഞ്ഞ ചക്ക പാടിപ്പ. പനി ആയതുകൊണ്ടേ സൗണ്ട് പിച്ചില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട വിദേശത്തുള്ള പ്രിയപ്പെട്ട മാളക്കാർക്ക്, തങ്കളത്തുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക്, തങ്കളംകാർക്ക് എല്ലാവർക്കും വേണ്ടി, തങ്കുളം മഹാദേവ ക്ഷേത്രത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമ്മുടെ പ്ലാവുമുറി ജംഗ്ഷൻ കേട്ടാ.
ഓക്കെ അവിടെ നിന്ന് കഴിഞ്ഞു ഗായ്സ്. അപ്പൊ അങ്ങനെ പ്ലാവൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് 3 മുറി ജംഗ്ഷനിൽ നിന്നുള്ള ലൈറ്റിംഗ് ലൈറ്റ് അറേഞ്ച്മെന്റ് കാണിക്കാം. തങ്കുളത്തുനിന്ന് അല്ല 3 മുറിക്ക് ചെയ്തിട്ടാ. തൻകുളം കണ്ട എന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ട് മൊബൈൽ വെച്ച് ഞാൻ വണ്ടി ഓടിക്കണ്ടേ എനിക്ക് മരപ്പത്താനെ. അപ്പൊ നമ്മ ഇവിടെ പാടി നിർത്തിയേ. അപ്പൊ ഇത് നമ്മുടെ തങ്കുളം അമ്പലത്തിന്റെ എന്താ പറയാ പടിഞ്ഞാറ് വശം. അല്ല സൂര്യൻ ഉദിക്കുന്നത് എവിടെ? അവിടെ. അപ്പൊ ഇത് പടിഞ്ഞാറല്ലേ, അസ്തമിക്കുന്നത് പടിഞ്ഞാറല്ലേ? നീ എന്നെ പടിഞ്ഞാറ് വശം. അങ്ങോട്ടൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതുപോലൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയില്ല, നേരെ പോകുന്നത് വായനശാലക്കാണ്. ഇതാണ് നമ്മുടെ തങ്കുളം അമ്പലത്തിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. PO മാളപ്പള്ളിപ്പുറം മോളി കാണിക്കിരി. ഓം നമ ശിവായ. കണ്ട അപ്പൊ ഇത് ഇത്രയും പരിപാടികളാണ് കാണിച്ചത്. ഇത്രയും പരിപാടികളാണ് ഇനിയുള്ളത്. എന്തിട്ടൊക്കെ എന്നുള്ളത് നിൽക്കിയത്. ഇന്ന് എത്രാം തീയതി? ഇന്ന് എത്രാം തീയതിയാ? ബാക്കിൽ വണ്ടിയോട് നോക്കിയാ അവിടെ നിങ്ങളുടെ വണ്ടിയുണ്ട് നോക്ക്. നടു റോട്ടിലത്തെ കസർത്ത് ഒന്നല്ല വീട് എടുത്തതാ. കണ്ട നീ ബുദ്ധിമതി കേട്ടാ. നിന്നെ ഞാൻ വെറുതെ ക്യാമറമാനൊത്തെ ആക്കിയേ, മനസ്സിലായ? അപ്പൊ അതാണ് നമ്മുടെ സംഭവം യുഗ. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വായനശാലയ്ക്കുള്ള റൂട്ടാണ് കാണുന്നത്. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് അവിടത്തോളം വരും നമുക്ക്. പക്ഷെ ഈ വഴിക്ക് അമ്പലത്തിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോവാട്ടാ. കണ്ണ് കാണണം. രസായല്ലേ മുളിത്തല്ലേ. പക്ഷെ നമുക്ക് അമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ കൊല്ലം അമ്പ് പെരുന്നാളിന്റെ എന്റെ വീട്ടിലെ തോരണം തിട്ടാർന്ന ചങ്കളെ മാള സ്കൂളിൽ അന്ന് ഒരു ഭയങ്കര പരിപാടി നടത്തിയിരുന്നില്ലേ കഴിഞ്ഞെല്ലാം 50ാം വാർഷികം തങ്ങാണ്ടൊക്കെ. ഞങ്ങളുടെ മറ്റേ അയ്യോ ഗംഭീര പരിപാടി നടത്തി. പടക്കം പൊട്ടിക്കുക പിള്ളേര് വെള്ളം കളിക്കുക. ഇതാണ് നമ്മൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമം. എടി കണ്ണ് കാണി കുളത്തി കിടക്കുന്നു ഉരിപ്പെട്ടത്. നീ ഇങ്ങോട്ട് നോക്കിയേ കുടിക്ക്. നിങ്ങളെന്നെ നോക്കുന്നതേ ഇപ്പൊ കുളത്തി കിടന്നെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ലൈറ്റ് ഇട്ടോ. നമ്മ അങ്ങോട്ട് പോണ്ട. ഞാൻ അവിടുത്തെ ഇവിടുത്തിരിക്കും. അവിടുത്തോളം വരെ ഞാനില്ല. അവിടത്തോളം വരുന്നുണ്ട്. എന്റെ പൊന്നെ ചുറ്റും തങ്കുളം അമ്പലത്തിന് ചുറ്റും ലൈറ്റാണ്. തിരിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാ. കാരണം ആ വഴി കൂടെ പോകുമ്പേ ഗട്ടറ് വണ്ടി കുണ്ടും കുഴിക്കും. ഇല്ലടി റോഡ് അവിടെ സെറ്റാക്കി. അവിടെ കോൺക്രീറ്റ് ഇട്ട് റോഡ്. പക്ഷെ അതിവിടെ പോകാൻ എനിക്ക് പേടിയാണ്. ഇവിടെ മാത്രം ലൈറ്റ് അണഞ്ഞു പോയി. എന്താണാവോ? അയ്യോ അതിന്റെ കണക്ഷൻ പോട്ടുണ്ട് അവിടെ അടുത്ത. അപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അപ്പൊ നമ്മ അവിടത്തോളം വരെ പോയി. തങ്കുളത്തിന്റെ കിഴക്ക് ഭാഗം കണ്ടു, പടിഞ്ഞാറ് കണ്ടു. ഇനി നമുക്ക് നേരെ വായനശാല വരെ പോയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും. ആ വഴിക്കൊക്കെ ഉണ്ടല്ലേ വെരി ഇന്റർനാഷണൽ. എന്റെ അമ്മ എന്തോരാ പറഞ്ഞേ. വീട്ടിലേക്ക് വേഗം പോവാം. അതായിരിക്കും ഉള്ള നേരത്തെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പൊ നമ്മളിനി നേരെ വായനശാല വഴി കയറി നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ തങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മെഗാ ശിവരാത്രി മഹോത്സവത്തിന്റെ കാഴ്ചകൾ. അതിഗംഭീരമായ കാഴ്ചകളാണ്. ഞങ്ങളുടെ സ്വന്തം മാളയുടെ
മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ പൂപ്പത്തി എന്ന ഗ്രാമം. ആ പൂപ്പത്തി എന്ന ഗ്രാമത്തിലെ കണ്ടു ഗൈസ്, തീർന്നു പോയി. ഓക്കെ ചങ്കളെ, അപ്പൊ ഇത്രയ്ക്കുള്ള വിശേഷം. പിന്നെ ഞങ്ങൾ വീട്ടിലെ പോട്ടെ. അപ്പൊ നമ്മളിഞ്ഞ് നേരെ വീട്ടിൽ പോകട്ടാ. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം.